പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം. യെശയ്യാവ് ജീവിച്ചിരുന്നത് യെരുശലേമിൽ ഇസ്രായേൽ രാജ്യത്തിന്റെ അവസാന പകുതിയിലായിരുന്നു. അവൻ ദൈവത്തിനു വേണ്ടി യെരുശലേമിലെയും യഹൂദയിലെയും നേതാക്കന്മാരോട് സംസാരിച്ചു. അവൻ ആദ്യമായി സംസാരിച്ച സന്ദേശം ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചായിരുന്നു. അവൻ ഇസ്രായേലിലെ ദുഷിച്ച നേതാക്കന്മാർക്ക് ദൈവവുമായുള്ള അവരുടെ ഉടമ്പടിയോടുള്ള മത്സരത്തിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. ദൈവം മഹാസാമ്രാജ്യങ്ങളായ അശ്ശൂരിനെയും ശേഷം ബാബിലോണിനെയും യെരുശലേമിനെ ന്യായം വിധിക്കുവാൻ ഉപയോഗിക്കും. എന്നാൽ ആ പ്രഖ്യാപനം ഒരു പ്രത്യാശയുടെ സന്ദേശത്തോടെയാണ് വന്നത്. ദൈവം തന്റെ ഉടമ്പടി വാഗ്ദത്തങ്ങളെല്ലാം ഒരു ദിവസം പൂർത്തീകരിക്കുമെന്ന് യെശയ്യാവ് ആഴമായി വിശ്വസിച്ചിരുന്നു. അതായത് ദൈവം ഒരു രാജാവിനെ ദാവീദിന്റെ വംശത്തിൽ നിന്നും ദൈവരാജ്യം സ്ഥാപിക്കുവാനായി അയക്കുമെന്ന്. 2 ശമൂവേൽ 7-ാം അധ്യായം 1 ഓർത്തുനോക്കുക. അവൻ ഇസ്രായേലിനെ അവർ സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നതിലേക്ക് നയിക്കും. പുറപ്പാട് 19-ാം അധ്യായം 1 ഓർത്തുനോക്കുക. ഇവയെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹവും രക്ഷയും പുറത്തേക്ക് എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്തതുപോലെ ഒഴുകുവാനായിരുന്നു. ഈ പ്രത്യാശയാണ് യെശയ്യാവിനെ തന്റെ കാലത്തിലെ അഴിമതിക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരായി സംസാരിക്കുവാൻ നിർബന്ധിച്ചത്. ഇപ്പോൾ ഈ പുസ്തകത്തിന് മനസ്സിലാക്കുവാൻ കഠിനമായ ഒരു സാഹിത്യ രൂപരേഖയാണുള്ളത്. എന്നാൽ ഇവയെല്ലാം എങ്ങനെ ഒരുമിച്ച് യോജിച്ചു പോകുന്നുവെന്ന് കാണുവാൻ ഒരു എളുപ്പവഴിയുണ്ട്. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ 3 വലിയ വിഭാഗങ്ങളുണ്ട്. അവ ഇസ്രായേലിന്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള യെശയ്യാവിന്റെ മുന്നറിയിപ്പിനെക്കുറിച്ചാണ്. അവയെല്ലാം അവസാനിക്കുന്നത് 39-ാം അധ്യായത്തിന്റെ അവസാനം കാണുന്ന ഒരു സംഭവത്തിലേക്കാണ്: യെരുശലേമിന്റെ നാശവും ബാബിലോണിലേക്കുള്ള ജനങ്ങളുടെ പ്രവാസവും. എന്നാൽ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു പ്രത്യാശയുടെ സന്ദേശവുമുണ്ട്. പ്രവാസത്തിനു ശേഷം ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദത്തങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. കൂടാതെ 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ആ പ്രത്യാശയുടെ വാഗ്ദത്തത്തെ എടുത്ത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് അധ്യായങ്ങൾ 1 മുതൽ 39 വരെയാണ്. ആദ്യത്തെ പ്രധാന വിഭാഗം കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേലിന്റെ ന്യായവിധിയെയും പ്രത്യാശയും കുറിച്ചുള്ള യെശയ്യാവിന്റെ ദർശനത്തെയാണ്. അത് ആരംഭിക്കുന്നത് യെശയ്യാവ് പട്ടണത്തിലെ നേതാക്കന്മാരെ ഉടമ്പടി മത്സരത്തിനും വിഗ്രഹാരാധനയ്ക്കും അനീതിക്കും കുറ്റം ചുമത്തുന്നതോടുകൂടിയാണ്. ദൈവം ഈ പട്ടണത്തിലേക്ക് ഇസ്രായേലിനെ കീഴടക്കുവാനായി മറ്റു രാഷ്ട്രങ്ങളെ അയച്ചുകൊണ്ട് ന്യായം വിധിക്കുവാൻ പോകുകയാണെന്ന് പറയുന്നു. ഇത് ഇസ്രായേലിലെ മൂല്യമില്ലാത്ത സകലത്തെയും ദഹിപ്പിച്ചു കളയുന്ന ഒരു ശുദ്ധീകരിക്കുന്ന അഗ്നി പോലെ ആയിരിക്കുമെന്ന് യെശയ്യാവ് പറയുന്നു. ഇത് മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിഞ്ഞ ജനത്താൽ നിറഞ്ഞ ഒരു പുതിയ യെരുശലേം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ്. യെശയ്യാവ് പറയുന്നു, അപ്പോഴാണ് ദൈവത്തിന്റെ രാജ്യം വരുന്നത്. അന്ന് സകല രാഷ്ട്രങ്ങളും ഒരുമിച്ച് യെരുശലേം ദൈവാലയത്തിൽ വരികയും ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ലോകത്തിൽ എല്ലായിടത്തും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു യുഗം കൊണ്ടുവരികയും ചെയ്യും. പഴയ യെരുശലേമിന്റെ ശുദ്ധീകരിക്കുന്ന ന്യായവിധിയും അതിനുശേഷം പുതിയ യെരുശലേമിനെക്കുറിച്ചുള്ള കഥയുമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഉടനീളം ആവർത്തിച്ചു വരുവാൻ പോകുകയാണ്, വളരെ വിപുലമായും വിശദമായും. ഈ വിഭാഗത്തിന്റെ മധ്യത്തിലാണ് യെശയ്യാവിന്റെ ശ്രേഷ്ഠമായ ദർശനം. അതായത് ദൈവം ദൈവാലയത്തിൽ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും അവനു ചുറ്റും സ്വർഗീയ ജീവികൾ ഉച്ചത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു: ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യെശയ്യാവ് താനും ഇസ്രായേൽ ജനവും എത്രമാത്രം അഴിമതി നിറഞ്ഞവരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നു. അവൻ ഉറപ്പായിരുന്നു ദൈവത്തിന്റെ വിശുദ്ധിയിൽ താൻ നശിക്കുവാൻ പോകുകയാണെന്ന്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധി ഒരു തീക്കനലിന്റെ രൂപത്തിൽ അവന്റെ മേൽ വന്ന് അവനെ ദഹിപ്പിക്കുന്നു. എന്നാൽ അത് അവനെ നശിപ്പിക്കുവാൻ ആയിരുന്നില്ല, മറിച്ച് അത് അവന്റെ പാപത്തിൽ നിന്നും അവനെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ യെശയ്യാവ് ഈ വിചിത്ര അനുഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദൈവം അവനെ ഒരു പ്രയാസമുള്ള കർത്തവ്യത്തിനായി നിയോഗിക്കുന്നു. അവൻ വരുവാനുള്ള ഈ ന്യായവിധിയെക്കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മടങ്ങിവരാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ എത്തിയതുകൊണ്ട് അവന്റെ മുന്നറിയിപ്പുകൾ ഒരു വിരോധാഭാസം പോലെ ജനത്തെ കഠിനമാക്കുവാൻ പോകുകയാണ്. എന്നാൽ യെശയ്യാവ് ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കേണ്ടതാണ്. ഇസ്രായേലിനെ ഒരു വൃക്ഷത്തെപ്പോലെ വെട്ടി വയലിലെ കുറ്റി പോലെ ശേഷിപ്പിക്കുവാൻ പോകുകയാണ്. ആ കുറ്റികളെയും ചുട്ടുദഹിപ്പിച്ചു കളയും. എന്നാൽ ആ ദഹനങ്ങൾക്കെല്ലാം ശേഷം ദൈവം പറയുന്നു, വിശുദ്ധ സന്തതി ഭാവിക്കായി ഒരു കുറ്റി പോലെ ശേഷിക്കും. ഇത് പ്രത്യാശയുടെ ഒരു ചെറിയ അടയാളമാണ്. എന്നാൽ ആരാണ് അഥവാ എന്താണ് ആ വിശുദ്ധ സന്തതി? തുടർന്നുള്ള ഭാഗങ്ങൾ അതിന്റെ ഉത്തരം നൽകുന്നു. യെശയ്യാവ് ആഹാസ് എന്ന ദാവീദിന്റെ വംശാവലിയിലുള്ള യെരുശലേമിലെ രാജാവിനെ അഭിമുഖീകരിക്കുകയും അവന്റെ നാശത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ദൈവം പറയുന്നു, അശ്ശൂർ സാമ്രാജ്യമായിരിക്കും ആദ്യമായി ഇസ്രായേലിനെ വെട്ടി ദേശത്തെ കൊള്ളയടിച്ച് നശിപ്പിക്കുന്നത്. എങ്കിലും പ്രത്യാശയുണ്ട്. അത് ദൈവത്തിന്റെ ദാവീദിനോടുള്ള വാഗ്ദത്തം മുഖാന്തരമാണ്. അവൻ ഒരു പുതിയ രാജാവിനെ അയക്കുവാൻ പോകുകയാണ്. അവന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. അതിനർത്ഥം ദൈവം നമ്മോടുകൂടെ.
അങ്ങനെ ഇമ്മാനുവേലിന്റെ രാജ്യം ദൈവജനത്തെ അക്രമത്തിൽ നിന്നും ക്രൂരമായ സാമ്രാജ്യങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ പോകുകയാണ്. യെശയ്യാവ് വരുവാനിരിക്കുന്ന ഈ രാജാവിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് പുതിയ വളർച്ചയുടെ ഒരു മുള ആയിട്ടാണ്. അത് മുളയ്ക്കുന്നത് ദാവീദിന്റെ കുടുംബത്തിലെ ആ പഴയ കുറ്റിയിൽ നിന്നാണ്. ഈ രാജാവിനെക്കുറിച്ചാണ് വിശുദ്ധ സന്തതിയെന്ന് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാജാവ് ദൈവ ആത്മാവിന്റെ ശക്തിയാൽ അധികാരത്തിലെത്താൻ പോകുകയാണ്. അത് ഒരു പുതിയ യെരുശലേമിനെ ഭരിച്ച് ദരിദ്രന്മാർക്ക് നീതി കൊണ്ടുവരുവാനാണ്. അങ്ങനെ സകല രാഷ്ട്രങ്ങളും ഈ മശിഹാ രാജാവിനെ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി സഹായം തേടും. അവന്റെ രാജ്യം സമാധാനം കൊണ്ടുവന്ന് സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു തീരുമ്പോൾ യെശയ്യാവിന്റെ ന്യായവിധിയുടെയും പ്രത്യാശയുടെയും സന്ദേശത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാകും. പക്ഷേ എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? യെശയ്യാവ് മറ്റൊരു രാജാവ് അശ്ശൂരിന് ശേഷം എഴുന്നേൽക്കുന്നതായി കണ്ടു. അത് ബാബിലോണായിരുന്നു. അതും യെരുശലേമിനെ ആക്രമിക്കുകയും അതിനെ തകർക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യും. അങ്ങനെ അത് നമ്മളെ പുസ്തകത്തിന്റെ അടുത്ത വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നു. ആദ്യമായി കാവ്യങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ്. അത് ദൈവത്തിന്റെ രാഷ്ട്രങ്ങൾക്കായുള്ള ന്യായവിധിയെയും പ്രത്യാശയെയും കുറിച്ച് വിവരിക്കുന്നു. നാം ആദ്യമായി പഠിക്കുന്നത് ബാബിലോണിന്റെയും ഇസ്രായേലിന്റെ അയൽക്കാരുടെയും നാശത്തെക്കുറിച്ചാണ്. യെശയ്യാവിന് അശ്ശൂരിന്റെ ലോകത്തിലെ അധികാരം ഒരു ദിവസം ബാബിലോണിയ സാമ്രാജ്യം എന്ന കൂടുതൽ വിനാശകരവും ധാർഷ്ട്യവുമുള്ള രാഷ്ട്രം കൈവശപ്പെടുത്തുമെന്ന് കാണുവാൻ കഴിയുന്നു. പിന്നീട് ബാബിലോണിന്റെ രാജാക്കന്മാർ തങ്ങൾ മറ്റെല്ലാ ദൈവങ്ങളെക്കാളും ഉന്നതരാണെന്ന് വാദിച്ചു. അതുകൊണ്ട് ദൈവം ബാബിലോണിനെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് ശപഥം ചെയ്യുന്നു. ബാബിലോൺ മാത്രമല്ല, യെശയ്യാവ് ഇസ്രായേലിന്റെ അയൽക്കാരുടെ ഒരു വലിയ പട്ടികയിലേക്ക് പോകുന്നു. അവരെയെല്ലാം അവരുടെ അഹങ്കാരത്തെയും അനീതിയെയും കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. അവരുടെ അവസാന നാശത്തെക്കുറിച്ചും അവൻ മുൻകൂട്ടി പറയുന്നു. എന്നാൽ ഓർക്കുക, യെശയ്യാവിന് ദൈവത്തിന്റെ ന്യായവിധി ഒരിക്കലും ഇസ്രായേലിനും രാഷ്ട്രങ്ങൾക്കുമുള്ള അവസാന വാക്കല്ല. അങ്ങനെ അത് നമ്മെ അടുത്ത വിഭാഗത്തിലേക്ക് നയിക്കുന്നു. അത് കാവ്യങ്ങളുടെ ഒരു പരമ്പരയാണ്. അത് 2 പട്ടണങ്ങളുടെ ഒരു കഥ പറയുന്നു. ശ്രേഷ്ഠമായ ഒരു പട്ടണമുണ്ട്. അത് ദൈവത്തെക്കാൾ തന്നെത്താൻ ഉയർത്തി അഴിമതിയും അനീതിയും ഉള്ളതായി തീർന്നു. ഈ പട്ടണം മത്സരികളായ മനുഷ്യവർഗത്തിന്റെ മാതൃകയാണ്. അത് വിവരിച്ചിരിക്കുന്നത് യെശയ്യാവിന്റെ യെരുശലേമിനെക്കുറിച്ചും അശ്ശൂരിനെക്കുറിച്ചും ബാബിലോണിനെക്കുറിച്ചുമുള്ള മുൻകാല വിവരണങ്ങളിൽ നിന്നും കടമെടുത്ത ഭാഷ കൊണ്ടാണ്. അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ പട്ടണം നാശത്തിനായി വിധിക്കപ്പെട്ടതാണ്. ഒരു ദിവസം അതിന്റെ സ്ഥാനത്ത് പുതിയ യെരുശലേം വരും. അവിടെ ദൈവം ഒരു രാജാവായി വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവർഗമെന്ന എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ഉള്ളവരുടെ മേൽ ഭരിക്കും. അവിടെ മരണമോ കഷ്ടമോ ഉണ്ടാകുകയില്ല. ഈ അധ്യായങ്ങളുടെ അവസാന ഭാഗമാണ് ഈ വിഭാഗം. ഇത് എപ്രകാരമാണ് യെശയ്യാവിന്റെ സന്ദേശം തന്റെ കാലഘട്ടത്തിൽ നിന്നും വളരെ അകലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് കാണിക്കുന്നു. ദൈവം അവന്റെ നീതി അക്രമങ്ങൾക്കുമേലും ക്രൂരമായ രാജ്യങ്ങൾക്കുമേലും കൊണ്ടുവരുമെന്നും അവന്റെ നീതിയുടെ രാജ്യവും സമാധാനവും സൗഖ്യത്തിന്റെ സ്നേഹവും കൊണ്ടുവരുമെന്നും കാത്തിരിക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് ഇത്. തുടർന്നുള്ള ഭാഗം കേന്ദ്രീകരിക്കുന്നത് യെരുശലേമിന്റെ ഉയർച്ചയെയും പതനത്തെയുമാണ്. ആദ്യമായി നമ്മൾ ഒരു കൂട്ടം കാവ്യങ്ങൾ കാണുന്നു. അതിൽ യെശയ്യാവ് യെരുശലേമിന്റെ നേതാക്കന്മാരെ അവർ മിസ്രൈമിലേക്ക് അശ്ശൂരിനെതിരെ സൈന്യ സംരക്ഷണത്തിനു വേണ്ടി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. അവന് അറിയാമായിരുന്നു അത് തിരിച്ചടിക്കുമെന്ന്. യെശയ്യാവ് പറയുന്നു, അവരുടെ ദൈവത്തിലുള്ള ആശ്രയവും മാനസാന്തരവും മാത്രമേ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് തുടർന്നുള്ള കഥ. യെരുശലേം രാജാവായ ഹിസ്കിയാവിന്റെ ഉയർച്ചയെക്കുറിച്ച് അത് വിശദീകരിക്കുന്നു. യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ അശ്ശൂർ സൈന്യം വന്ന് പട്ടണത്തെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഹിസ്കിയാവ് തന്നെത്താൻ ദൈവത്തിന്റെ മുൻപാകെ താഴ്ത്തുന്നു. അവൻ ദൈവിക വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പട്ടണം ഒരു രാത്രി കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. എന്നാൽ ഹിസ്കിയാവിന്റെ ഉയർച്ചയ്ക്ക് ശേഷം വേഗത്തിൽ അവന്റെ വീഴ്ചയും സംഭവിച്ചു. അവൻ ബാബിലോണിലെ ഒരു പ്രതിനിധി സംഘത്തിന് ആതിഥ്യം വഹിക്കുകയും യെരുശലേം രാജഭണ്ഡാരത്തിലെ സകലതും മന്ദിരവും കൊട്ടാരങ്ങളും കാണിച്ച് അവരെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് വ്യക്തമായും സംരക്ഷണത്തിനു വേണ്ടിയുള്ള മറ്റൊരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ്. യെശയ്യാവ് ഇതിനെക്കുറിച്ച് കേൾക്കുകയും അവൻ ഹിസ്കിയാവിന്റെ ബുദ്ധിയില്ലായ്മയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ഈ ബന്ധം ഒരു ദിവസം അവനെ വഞ്ചിക്കുകയും അവർ മടങ്ങിവന്ന് യെരുശലേമിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവൻ പ്രവചിച്ചു. 2 രാജാക്കന്മാർ 24 25 അധ്യായങ്ങളിൽ നിന്നും യെശയ്യാവ് പറഞ്ഞത് ശരിയാണെന്ന് നമുക്കറിയാം. 100-ലധികം വർഷത്തിനു ശേഷം ബാബിലോൺ ഇസ്രായേലിനെ വന്ന് ആക്രമിക്കുകയും പട്ടണത്തെയും അതിലെ ദൈവാലയത്തെയും നശിപ്പിച്ച് ഇസ്രായേലിനെ ബാബിലോണിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ യെശയ്യാവിന്റെ ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള 1 മുതൽ 39 വരെ അധ്യായങ്ങളിലുള്ള എല്ലാ മുന്നറിയിപ്പുകൾ ഈ നിമിഷത്തിലേക്കാണ് നയിക്കുന്നത്. അവൻ ഒരു യഥാർത്ഥ പ്രവാചകനായി കാണപ്പെട്ടു. കാരണം അവൻ പറഞ്ഞതെല്ലാം പിന്നീട് സംഭവിക്കുവാൻ ഇടയായി. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ ന്യായവിധിയുടെ ഉദ്ദേശ്യം യെരുശലേമിനെ ശുദ്ധീകരിച്ച് വിശുദ്ധ സന്തതിയെയും മശിഹാ രാജ്യത്തെയും സകല രാഷ്ട്രങ്ങളിലും കൊണ്ടുവരുവാനായിരുന്നു. ആ പ്രത്യാശയാണ് പുസ്തകത്തിന്റെ അടുത്ത ഭാഗത്തിൽ വിവരിക്കുന്നത്. ഇതാണ് യെശയ്യാവ് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കം.